ഹരേ കൃഷ്ണ. ഗുരുവായൂരിൽ നിന്ന് സങ്കടമോചന ഗീത കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വരൂ പറഞ്ഞുതരാം. വർഷങ്ങളായി ഭഗവത്ഗീത പണം കൊടുക്കാതെ ലഭിക്കുന്ന സ്ഥലമുണ്ട് ഗുരുവായൂരിൽ. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്രക്കുളത്തിന് തൊട്ടടുത്തായിട്ടുള്ള പ്രസാദൂട്ടില്ലേ, അതിനടുത്തായിട്ട് നാരായണീയം ബുക്ക് സ്റ്റോളുണ്ട്. ഇവിടുന്ന് ഭഗവാന്റെ 18 പ്രദക്ഷിണം ചെയ്യുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഒരു ഭഗവത്ഗീത പണം കൊടുക്കാതെ ലഭിക്കും. 18 പ്രദക്ഷിണം എങ്ങനെ പൂർത്തിയാക്കണമെന്ന വിശദ വിവരം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കേൾക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. ഗുരുവായൂരിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ വീണ്ടും പറയാൻ പോകുന്നത്. നമ്മൾക്കിടയിൽ ദുഃഖങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത മനുഷ്യരില്ല. ജീവിതത്തിൽ ഏത് ദുരിതങ്ങൾ വരുമ്പോഴും നമ്മൾ ആദ്യം ഓർക്കുന്നത് ഗുരുവായൂരപ്പനെ കുറിച്ചാണ്. അതാണ് ഇനി പറയാൻ പോകുന്നത്. വലിയ ചിലവൊന്നുമില്ല. 2-3 തുളസി ഇലയോ താമരമുട്ടോ കദളിപ്പഴമോ കൂടെ 18 പ്രദക്ഷിണവും വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. അനുഗ്രഹം ഉറപ്പാണ്. വിശദമായി പറയട്ടെ. തുടക്കം ഗണപതിയിൽ നിന്നാണ്. നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുന്ന താമരമുട്ടോ കദളിപ്പഴമോ ഒരെണ്ണം എൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള അത്തിമര ഗണപതിക്ക് സമർപ്പിക്കണം. നമ്മുടെ അച്ഛനമ്മമാരെ സ്മരിച്ചുകൊണ്ട് സമർപ്പിക്കണം. കാരണം മഹാഗണപതി ആദ്യം പൂജിച്ച് വലം വെച്ചത് പ്രപഞ്ചത്തിലെ പ്രത്യക്ഷ ദൈവങ്ങളായ മാതാപിതാക്കളെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഗണപതി ക്ഷിപ്രപ്രസാദിയായി മാറും. ഗണപതി മന്ത്രം അറിയാമെങ്കിൽ ചൊല്ലാം, ഇല്ലെങ്കിൽ ഓം ഗണപതിയെ നമഃ എന്ന മന്ത്രം ജപിച്ചാലും മതി. പിന്നീട് ഗുരുവായൂരപ്പന്റെ ദീപസ്തംഭത്തിന് മുന്നിൽ വരണം. അവിടെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ചൊല്ലി കയ്യിലുള്ള ഒരു കദളിപ്പഴമോ താമരമുട്ടോ സമർപ്പിക്കണം. പിന്നീട് തെക്കേ നടയിലുള്ള കൂവളത്തിന് മുന്നിൽ വന്ന് ഉമാമഹേശ്വരന്മാരെ പ്രാർത്ഥിക്കണം. കാരണം ഭഗവാനിലേക്ക് നമ്മളെ എത്തിക്കുന്നത് മഹാദേവനാണ്. നാരദമുനിക്ക് പോലും ഹരിഭക്തി നൽകി അനുഗ്രഹിച്ചത് മഹാദേവനാണല്ലോ. അതുകൊണ്ട് രുദ്രതീർത്ഥം ചുറ്റി നമഃശിവായ മന്ത്രം ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവൻ സാന്നിധ്യമായി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. കൂടാതെ കയ്യിൽ ഭഗവത്ഗീതയും കരുതണം. കാരണം എല്ലാ തളർന്ന മനസ്സുകൾക്കും ഭഗവാൻ ആശ്വാസം നൽകിയത് ഗീതോപദേശം കൂടെയാണ്. ഇനി ഗീത കയ്യിലില്ലെങ്കിൽ നാരായണാലയത്തിന് സമീപമുള്ള നാരായണീയ യജ്ഞസമിതിയിൽ നിന്ന് ഭഗവത്ഗീത പണം നൽകാതെ ലഭിക്കുന്നതാണ്. ഇതാണ് ആ ഗീത. സങ്കടമോചന ഗീത എന്നാണ് ഇതിന്റെ പേര്. ഈ ഗീത വാങ്ങി തീർത്ഥക്കുളം ചുറ്റി ഭഗവതി നടയിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കണം. ഇനി നേരെ കൊടിമരത്തിനടുത്തേക്ക് ചെല്ലുക. 204 പേജിൽ അർജുനൻ സ്തുതിക്കുന്ന 11 ശ്ലോകങ്ങളുണ്ട്. ഈ വിശ്വരൂപ സ്തുതി ചെല്ലുകയാണെങ്കിൽ അത് കേൾക്കാനുള്ള ആസക്തിയോടെ ഭഗവാൻ നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തും. ഗീത വായിക്കാൻ അറിയില്ലെങ്കിൽ ഗീത കയ്യിൽ കരുതിക്കൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചാലും മതി. അതിനുശേഷം ഈ 18 പ്രദക്ഷിണത്തിന്റെ കൂടെ നമ്മൾ ചൊല്ലുന്ന രാധാമന്ത്രം കേൾക്കാൻ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. കണ്ടിട്ടില്ലേ ക്ഷേത്രത്തിന്റെ ശിവേലിക്ക് ഭഗവാൻ ആനപ്പുറത്ത് പ്രദക്ഷിണം ചെയ്യുന്നത്? അതുപോലെ ഈ 18 പ്രദക്ഷിണം പൂർത്തീകരിക്കുമ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ അനുഗ്രഹ കൃപ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ചൊരിഞ്ഞിരിക്കുമെന്നത് ഉറപ്പാണ്. ഇത് അനുഭവ സത്യമാണ്. ഇനി ഒരു രഹസ്യം പറയാം. മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറച്ച് ദുഃഖങ്ങളില്ലേ, എനിക്കറിയാമുണ്ടെന്ന്. ഇത് കേൾക്കുന്ന അങ്ങയുടെ ദുഃഖം ഏറ്റെടുക്കാൻ ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി നേരെ ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടോളൂ. ഭഗവാന്റെ അനുഗ്രഹ കൃപ ആവോളം അനുഭവിക്കാം.